ഇന്ന് മാർച്ച് 11 OTT റിലീസ് തീയതി ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 7 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് അബ്രഹാം മോസ്ലർ എന്ന സിനിമയാണ്. കഴിഞ്ഞ ആഴ്ച ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം വന്ന ജയറാമിന്റെ വിജയ സിനിമയായ അബ്രഹാം മോസ്ലറിന്റെ ഒഫീഷ്യൽ OTT ട്രെയിലർ ഇന്ന് യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ അടുത്തയാഴ്ച മാർച്ച് 20 അബ്രഹാം മോസ്ലർ OTT റിലീസ് ചെയ്യും. ചിത്രം പ്രതീക്ഷിച്ചതുപോലെ 5 ഭാഷകളിലെ പാനന്തൻ റിലീസായിട്ട് OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലായിരിക്കും സിനിമ ലഭ്യമാകുക. അരുൺ വിജയ്, എമി ജാക്സൺ, നിമിഷ സജയൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ തമിഴ് സിനിമയാണല്ലോ മിഷൻ ചാപ്റ്റർ 1. പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ ആഴ്ച മാർച്ച് 15 തീയതി അതല്ലെങ്കിൽ 16 തീയതി ആയിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. മൂന്നാമത്തേത് ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട നെറ്റ്ഫ്ലിക്സിന്റെ ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മർഡർ മുബാറക് എന്നാണ് സിനിമയുടെ പേര്. സാറ അലിഖാൻ, പങ്കജ് ത്രിപാഠി തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ആഴ്ച മാർച്ച് 15 തീയതി OTT റിലീസ് ചെയ്യും. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്. പങ്കജ് ത്രിപാഠിയുടെ മറ്റൊരു സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. മേ അഡൽ ഹൂ എന്ന ഒരു ഹിന്ദി സിനിമ കൂടിയാണ് ഈ ആഴ്ച C5ലൂടെ OTT റിലീസ് ചെയ്യുക. മാർച്ച് 14 തീയതി സിനിമ ലഭ്യമാകുന്നതാണ്. ഇന്ന് ഓസ്കർ പ്രഖ്യാപനം വന്നപ്പോൾ ഒട്ടനേകം ഓസ്കർ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണല്ലോ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി $1 ബില്യൺ കളക്ഷൻ നേടിയെടുത്ത കിലിയൻ മർഫിയുടെ ഓപ്പൺഹൈമർ എന്ന സിനിമ കഴിഞ്ഞ ഒരുപാട് മാസങ്ങൾക്കിടയിൽ പല OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTT റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോമായ ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലെ സിനിമ അടുത്തയാഴ്ച ലഭ്യമാക്കും. മാർച്ച് 21 സിനിമ ലഭ്യമാക്കുക. റാഹേൽ മകൻ കോര നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. സൈന പ്ലേ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇന്ന് അവരുടെ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ച അതല്ലെങ്കിൽ അടുത്തയാഴ്ച മാർച്ച് 23 സിനിമ OTT റിലീസ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഫെബ്രുവരി 15 തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ബ്രഹ്മയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മാർച്ച് 15 തീയതി OTT റിലീസ് ചെയ്യുകയാണ്. ഈ ആഴ്ചയാണ് സിനിമ ലഭ്യമാക്കുന്നത്. സോണി ലിവിലൂടെ മാർച്ച് 15 തീയതി സിനിമ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ പാനന്തൻ OTT റിലീസായിട്ട് എത്തപ്പെടാനായിട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.